മുത്തുമായി ബന്ധപ്പെട്ട വിഷയത്തിൽ പലതരത്തിലുള്ള ആശങ്കകൾ പല ആളുകൾക്കുമുണ്ട്. ഇവിടെ ശ്രദ്ധിക്കണം, റമളാൻ നോമ്പ് നോൽക്കാൻ കഴിയാത്ത ചില ആളുകൾ അവര് മുദ്ദു കൊടുക്കേണ്ടതുണ്ട്. ആരാണ് മുദ്ദു കൊടുക്കേണ്ടത്? ഒരു പനി ബാധിച്ചാൽ അവര് മുദ്ദു കൊടുക്കണോ? ഒരു പനി ബാധിച്ചു, മുദ്ദു കൊടുക്കേണ്ടതുണ്ടോ? പനി ബാധിച്ച് ശക്തമായ പനിയാണ്, നോമ്പ് നോൽക്കാൻ വയ്യ, എന്നാൽ മുദ്ദു കൊടുക്കേണ്ടതുണ്ടോ? ഇവിടെ ഏത് രോഗത്തിനാണ് മുദ്ദു കൊടുക്കേണ്ടത്? സാധാരണഗതിയിലുള്ള ഒരു പനിക്കോ തലവേദനക്കോ മറ്റ് രോഗങ്ങൾക്കോ മുദ്ദു കൊടുക്കേണ്ടതില്ല. നോമ്പ് നോൽക്കാൻ കഴിയില്ലെങ്കിൽ അവരന്ന് നോമ്പ് നോൽക്കണ്ട, അവരാ നോമ്പ് ഖളാ വീട്ടിയാൽ മതി. അങ്ങനെയാണ്. പിന്നെ ആരാണ് മുദ്ദു കൊടുക്കേണ്ടത്? മുദ്ദു കൊടുക്കേണ്ടത് ഒരിക്കലും മാറുമെന്ന് പ്രതീക്ഷയില്ലാത്ത രോഗങ്ങൾക്ക് അടിമപ്പെട്ടവരാണ്. ഒരാൾക്ക് 2 കിഡ്നിയും നഷ്ടപ്പെട്ടു പോയി, ഡയാലിസുമായി കഴിയാണ്. അയാൾക്കിനി സ്വമേധയാ അത് ശരിയായി ഭാവിയിൽ നോമ്പ് നോൽക്കാൻ കഴിയുമെന്നൊരു പ്രതീക്ഷയില്ല. ഡോക്ടർ പറഞ്ഞു, നിങ്ങൾ നോമ്പെടുക്കരുത് കേട്ടോ, നോമ്പെടുത്താൽ വലിയ പ്രയാസാവെന്ന് പറഞ്ഞു. അപ്പൊ ഇനി ഭാവിയിൽ ഇത് ശരിയാകുന്ന പ്രതീക്ഷയില്ല. അല്ലെങ്കിൽ വയസ്സ് 70 75 വയസ്സായി, വാർദ്ധക്യ സഹജമായ രോഗങ്ങളും അസ്വസ്ഥതകളും ഒക്കെയുണ്ട്, നോമ്പെടുക്കാൻ വയ്യ. ഇനിയിപ്പൊ ഭാവിയിൽ ആരോഗ്യമൊക്കെ വന്ന് റാഹത്തായി നോമ്പെടുക്കാൻ കഴിയുന്ന പ്രതീക്ഷയില്ല. ഇങ്ങനത്തെ ആളുകൾക്ക് അവർക്ക് എന്ത് ചെയ്യാം? അവർക്ക് നോമ്പ് നോൽക്കേണ്ടതില്ല, അതിന് പകരം ഒരു മുദ്ദു കൊടുത്താൽ മതി. അതാണ് വയജിബു, നിർബന്ധമാകും, അലാമൻ അഫ്തറാ ഫീ റമളാൻ ലിഉദ്രിൻ ലാ യുർജാ സവാലുഹു, നിങ്ങൾ പ്രതീക്ഷയില്ലാത്ത വിധത്തിലുള്ള കാരണമുള്ളവർ, കകിബിരിൻ, പ്രായം പോലെ 75 80 90 95 വയസ്സൊക്കെ ആയി, അതുകൊണ്ട് നോമ്പെടുക്കാൻ വയ്യ, ആ കാരണം നീങ്ങുമെന്ന് പ്രതീക്ഷയില്ല. അതേ പ്രകാരം രോഗം പിടിപെട്ടു, ആ രോഗം മാറുമെന്നൊരു പ്രതീക്ഷയില്ല, അങ്ങനത്തെ രോഗാണ്. ഇങ്ങനെയുള്ളവർക്ക് നിർബന്ധമാകും മുദ്ദുൻ ലികുല്ലി യൗമിൻ മിൻഹു, ഓരോ നോമ്പിനും ഓരോ മുദ്ദ് നിർബന്ധമാകും. അവൻ ആ സമയത്ത് സാമ്പത്തികമായിട്ട് കൊടുക്കാൻ കഴിയെങ്കിലേ മുദ്ദു കൊടുക്കേണ്ടതുള്ളൂ. ഇയാൾക്ക് നോമ്പും നോൽക്കാൻ കഴിയൂല, മുദ്ദും കൊടുക്കാൻ കഴിയൂല, എന്നാൽ അയാൾ മുദ്ദു കൊടുക്കണ്ട, നോമ്പും എടുക്കണ്ട. ബിലാ ഖലാഇൻ, ആ നോമ്പ് പിന്നെ ഖലാ വീട്ടന്നെ വേണ്ട, മുദ്ദും കൊടുക്കണ്ട. ഫത്ഹുൽ മുഈനിൽ ഈ കാര്യം വ്യക്തമായി പറഞ്ഞിട്ടുണ്ട്. പിന്നെ ഗർഭിണികൾക്ക് നോമ്പെടുക്കാൻ വയ്യ, അവര് മുദ്ദു കൊടുക്കണോ വേണ്ടേ? അതേ പ്രകാരം കുഞ്ഞുങ്ങൾക്ക് മുലയൂട്ടുന്ന പെണ്ണ്, അവൾ മുദ്ദു കൊടുക്കണോ വേണ്ടേ? അവൾക്ക് നോമ്പെടുക്കാൻ വയ്യ, മുദ്ദു കൊടുക്കണോ വേണ്ടേ? അവിടെ ശ്രദ്ധിക്കണം, വയജിബുൽ മുദ്ദു മഅൽ ഖലാഇ അലാ ഹാമിലിൻ വമുർളിൻ, ഈ മുലയൂട്ടുന്ന പെണ്ണും ഗർഭിണിയായ പെണ്ണും ഖലാ വീട്ടലോടുകൂടെ ഓരോ നോമ്പും ഒഴിവാക്കിയാൽ അതിനൊരു മുദ്ദു കൊടുക്കൽ നിർബന്ധമാകുന്നത് അഫ്തറതാ ലിൽ ഖൗഫി അലൽ വലദി, ഞാൻ ഈ നോമ്പെടുത്താൽ അതുകൊണ്ട് കുട്ടിക്ക് എന്തെങ്കിലും പ്രയാസമുണ്ടാകുമെന്ന് ഭയപ്പെട്ടിട്ട് നോമ്പ് ഒഴിവാക്കിയാലാണ് മുദ്ദു കൊടുക്കേണ്ടത്. അതായത് ഞാൻ നോമ്പെടുത്താൽ എനിക്ക് പ്രശ്നമൊന്നുമില്ല, എന്റെ ശാരീരികമായി എനിക്കൊരു പ്രശ്നമില്ല, പക്ഷെ എന്റെ കുഞ്ഞിനത് ബാധിക്കും, അല്ലെങ്കിൽ കുഞ്ഞിനത് ബാധിക്കും, അങ്ങനെയാണെങ്കിൽ അവർ നോമ്പ് ഒഴിവാക്കലോടുകൂടെ മുദ്ദു കൊടുക്കണം. ഇനി കുഞ്ഞിന്റെ ഒന്നല്ല പ്രശ്നം, ഡോക്ടർ പറഞ്ഞു നിങ്ങൾ നോമ്പെടുത്താൽ കുട്ടിക്ക് അതുകൊണ്ട് ഒരു കുഴപ്പമുണ്ടാവില്ല, പക്ഷെ നിങ്ങൾക്ക് അതുകൊണ്ട് പ്രയാസങ്ങൾ ഉണ്ടാകും, അങ്ങനെയാണ് നോമ്പ് ഒഴിവാക്കിയതെങ്കിൽ ആ ഗർഭിണി അവൾ മുദ്ദു കൊടുക്കേണ്ടതില്ല. അവൾ നോമ്പ് ഒഴിവാക്കിയിട്ട് അടുത്ത റമളാനാകുന്നതിന് മുമ്പ് നോമ്പ് ഖലാ വീട്ടുകയാണ് ചെയ്യേണ്ടത്. അടുത്ത റമളാന്റെ മുമ്പും സൗകര്യപ്പെട്ടിട്ട് ഖലാ വീട്ടിയിട്ടില്ലെങ്കിലോ അവര് പിന്നെ റമളാനെ തൊട്ട് പിന്തിച്ച കാരണത്താൽ ഒരു നോമ്പിന് ഒരു മുദ്ദു കൂടെ കൊടുക്കണം. നോമ്പ് ഖലാവും വീട്ടും വേണം, ഒരു മുദ്ദു കൊടുക്കണം. അങ്ങനെ എത്ര കൊല്ലങ്ങൾ കഴിയുന്നുവോ അതിനനുസരിച്ച് മുദ്ദുകളും കൂടി കൂടി വരും. അതൊക്കെ ഒന്ന് ശ്രദ്ധിക്കുന്നത് നല്ലതാണ് എന്ന് സാന്ദർഭികമായി ഓർമ്മപ്പെടുത്തുകയാ. അല്ലാഹു സുബ്ഹാനഹു വ തആല എല്ലാ ഖൈറും നമുക്ക് നൽകട്ടെ. എല്ലാരും ഒന്നിച്ച് മനസ്സറിഞ്ഞ് ചൊല്ലി, അഷ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ് അസ്തഗ്ഫിറുല്ലാഹ്
അസ്അലുക്കൽ ജന്നത വഅഊദു ബിക മിനൻ നാർ അഷ്ഹദു അൻ ലാ ഇലാഹ ഇല്ലല്ലാഹ് അസ്തഗ്ഫിറുല്ലാഹ് അസ്അലുക്കൽ ജന്നത വഅഊദു ബിക മിനൻ നാർ أسألك الجنة وأعوذ بك من النار أشهد أن لا إله إلا الله أستغفر الله أسألك الجنة وأعوذ بك من النار أشهد أن لا إله إلا الله أستغفر الله أشهد أن لا إله إلا الله أستغفر الله أسألك الجنة وأعوذ بك من النار أشهد أن لا إله إلا الله أستغفر الله أشهد أن لا إله إلا الله أستغفر الله أسألك الجنة وأعوذ بك من النار أشهد أن لا إله إلا الله أستغفر الله أسألك الجنة وأعوذ بك من النار اللهم ارحمني يا أرحم الراحمين 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 يا ربي يا الله 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 يا شافي 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 يا الله